മനസ്സുണ്ടെങ്കിൽ മണ്ണിലും പൊന്നു വിളയിക്കാം എന്ന് തെളിയിക്കുകയാണ് കുന്നംകുളം കാണിയാമ്പാലിലെ ദമ്പതികൾ. വിഷരഹിത പച്ചക്കറികൾ നാട്ടുകാർക്ക് എത്തിച്ചു നൽകുക എന്ന ലക്ഷ്യത്തോടെ മാളിയേക്കൽ വീട്ടിൽ സന്തോഷും ഭാര്യ ബിന്ദുവും നടത്തുന്ന ജൈവകൃഷി നാടിനാകെ മാതൃകയാവുകയാണ്. സന്തോഷും ഭാര്യ ബിന്ദുവും ഒരേ മനസ്സോടെ മണ്ണിലിറങ്ങിയാണ് ഈ വിജയഗാഥ രചിക്കുന്നത്. മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇരുവരും ചേർന്നാണ് കൃഷിയിടം പരിപാലിക്കുന്നത്. സന്തോഷിന്റെ സുഹൃത്തിന്റെ ഉടമസ്ഥതയിലുള്ള 33 സെന്റ് സ്ഥലത്താണ് 4 മാസം മുൻപ് ഇവർ കൃഷിക്ക് തുടക്കമിട്ടത്. മണ്ണുത്തി കാർഷിക സർവകലാശാലയുടെ ഔട്ട്ലെറ്റിൽ നിന്നും നേരിട്ടെത്തിച്ച ഗുണമേന്മയുള്ള വിത്തുകളാണ് ഉപയോഗിച്ചത്. പയറും കുക്കുംബറും നട്ടുതുടങ്ങിയ കൃഷിയിൽ നിന്ന് ഇന്ന് കിരൺ എന്ന മികച്ച ഇനം ചീരയും വിളവെടുപ്പിന് പാകമായിട്ടുണ്ട്. കൂടാതെ കൈപ്പയ്ക്കയും പടവലവും പുതിയതായി കൃഷി ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. കൃഷിയോട് വലിയ താൽപര്യമാണെന്നും എന്ത് നട്ടാലും അതിൽ വിഷം കലർത്താതെ ജനങ്ങൾക്ക് കൊടുക്കണം എന്നൊരു നിർബന്ധം കൂടി തങ്ങൾക്കുണ്ടായിരുന്നുവെന്നും സന്തോഷ് പറയുന്നു. ഇന്നത്തെ കാലത്ത് വിഷരഹിതമായിട്ടുള്ള പച്ചക്കറിയോടുള്ള മലയാളികളുടെ പൊതു താല്പര്യം എൻ്റെ ഒരു സന്തോഷമാണ്. ഞങ്ങളിവിടെ 33 സെന്റ് സ്ഥലത്താണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. എൻ്റെ ഒരു സ്നേഹിതൻ്റെ സ്ഥലമാണ്, എൻ്റെ വീടിൻ്റെ മുമ്പിൽ തന്നെയുള്ളതാണ്. ഞങ്ങൾ ഇവിടെ ചെയ്ത് വന്നിരുന്നത് പയർ, പിന്നെ കുക്കുംബർ, 6 തരം പയറും ഇംഗ്ലീഷ് കുക്കുംബർ എന്ന് പറഞ്ഞ സ്നോ വൈറ്റ് എനം കുക്കുംബറാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. വിളവെടുക്കുന്ന പച്ചക്കറികൾ വിറ്റഴിക്കാൻ ഇവർക്ക് ഇടനിലക്കാരുടെ ആവശ്യമില്ല. വീടിന് സമീപം തന്നെ പ്രാദേശിക വിപണന കേന്ദ്രം ഒരുക്കാറുണ്ട്. പൊതുവിപണിയിലെ വില അനുസരിച്ച് തന്നെയാണ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത്. 100% ജൈവ പച്ചക്കറികളായതിനാൽ അല്പം ഉയർന്ന വില നൽകാനും നാട്ടുകാർക്ക് മടിയില്ല. വില കുറവല്ല, ഏതാണ്ട് 60 രൂപ പയറിനും 50 രൂപ കുക്കുംബറിനാണ് ഞങ്ങൾ കൊടുത്തത്. ഏതാണ്ട് പൊതുവിപണിയിലെ വില തന്നെയാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്, ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. വിലയെക്കുറിച്ച് ആർക്കൊരു പരാതിയൊന്നുമില്ല. വേണമെങ്കിൽ കൂടുതൽ തരാനും സന്നദ്ധരായുള്ള ആൾക്കാരാണ് നമ്മുടെ ഈ ജൈവകൃഷിയിലുള്ള താല്പര്യമുള്ള ആൾക്കാർ. കർഷകരോടുള്ള സർക്കാരിന്റെ പിന്തുണയും ഇവർക്ക് കരുത്താകുന്നുണ്ട്. കുന്നംകുളം കൃഷിഭവനിലെ കൃഷി ഓഫീസർ എസ് ജയന്റെ ഭാഗത്തുനിന്നും മികച്ച സഹായ സഹകരണങ്ങളാണ് ലഭിക്കുന്നതെന്ന് സന്തോഷ് പറയുന്നു. ജയൻ സാറ് ഇവിടുത്തെ കൃഷി ഓഫീസറാണ്, കുന്നംകുളം ഏരിയയിലെ കൃഷി ഓഫീസർ. പിന്നെ മാഡവും ഇവർ രണ്ടുപേരും നല്ല രീതിയിലുള്ള സഹകരണം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പിന്നീടുള്ള അയൽവക്കക്കാരൊക്കെ വളരെ നല്ല സഹകരണവും പ്രോത്സാഹനവും ഒക്കെ തന്നിട്ടുണ്ട്. നല്ല രീതിയിൽ എല്ലാവരും ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. അതുകൊണ്ട് തന്നെ കൃഷി വളരെ സന്തോഷകരമായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു. കൃഷിയോടുള്ള താല്പര്യം മനസ്സിലുണ്ടെങ്കിൽ ഏത് തരിശുഭൂമിയിലും പൊന്നു വിളയിക്കാം എന്ന് തെളിയിക്കുകയാണ് കാണിയാമ്പാലിലെ ഈ ദമ്പതികൾ.